ഡിസ്ചാർജ് ലാമ്പുകൾ. ഇതാണ് ഒരു ഡിസ്ചാർജ് ലാമ്പിൻ്റെ ഘടന. പ്രധാനമായും ഒരു ഗ്ലാസ് ട്യൂബ്, അതിൻ്റെ രണ്ടറ്റവും സീൽ ചെയ്തിരിക്കുന്നു. ഈ ഗ്ലാസ് ട്യൂബിൻ്റെ രണ്ടഗ്രങ്ങളിലും ലോഹ ഇലക്ട്രോഡുകളുണ്ട്. കുറഞ്ഞ മർദ്ദത്തിലുള്ള അനുയോജ്യമായ ഒരു വാതകം ഗ്ലാസ് ട്യൂബിൽ നിറച്ചിട്ടുണ്ട്. ഡിസ്ചാർജ് ലാമ്പിന് ഉയർന്ന വോൾട്ടേജ് നൽകുമ്പോൾ ട്യൂബിലെ ആറ്റങ്ങൾ അയോണീകരിക്കപ്പെടുന്നത് കാണാമല്ലോ. ഈ അയോണുകളും ഇലക്ട്രോണുകളും മറ്റ് കണികകളും തമ്മിൽ കൂട്ടിയിടിക്കുന്നുണ്ട്, അല്ലേ? ഈ കൂട്ടിയിടി കാരണം ലാമ്പിൽ നിന്നും പ്രകാശം വരുന്നു. ഇവിടെ ട്യൂബിൽ നിറച്ചിരിക്കുന്നത് നിയോൺ ആയതിനാലാണ് ഓറഞ്ച് ചുവപ്പ് നിറത്തിൽ പ്രകാശം വരുന്നത്. അങ്ങനെയെങ്കിൽ ട്യൂബിലെ വാതകം മാറിയാലോ? ട്യൂബിൽ നൈട്രജനാണ് നിറച്ചിരിക്കുന്നതെങ്കിൽ ചുവപ്പ് പ്രകാശം ലഭിക്കുന്നു. സോഡിയം ബാഷ്പം നിറച്ചപ്പോൾ മഞ്ഞ പ്രകാശം ലഭിക്കുന്നു. ക്ലോറിൻ നിറച്ച ഡിസ്ചാർജ് ലാമ്പ് പച്ച പ്രകാശം നൽകുന്നു. ഡിസ്ചാർജ് ലാമ്പിൽ ഹൈഡ്രജൻ നിറച്ചപ്പോൾ നീലപ്രകാശം വരുന്നു. ഈ ഡിസ്ചാർജ് ലാമ്പിൽ നിറച്ചിരിക്കുന്നത് മെർക്കുറി ബാഷ്പമായതിനാലാണ് ധവളപ്രകാശം. ഡിസ്ചാർജ് ലാമ്പിൽ നിറച്ചിരിക്കുന്ന വാതകത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചാണ് ലാമ്പിൽ നിന്ന് വരുന്ന പ്രകാശമാറ്റം എന്ന് മനസ്സിലായല്ലോ.